പുരുഷനെയാണ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് നാറ്റിക്കുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളെ ഓവറായിട്ട് അവരുടെ ഇൻ്റർവ്യൂസ് നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർ ഓരോ ഇൻ്റർവ്യൂസിലും മാറ്റി മാറ്റിയാണ് കാര്യങ്ങൾ പറയുന്നതും. ഇപ്പോൾ കുറച്ച് സ്ത്രീകൾ പറയുന്ന കേൾക്കുമ്പോൾ അവർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാ കാര്യങ്ങളും കുറേ ഒരു മാസം 2 മാസം ഭയങ്കര ഒരു ബൂമായിട്ട് പോകും. പിന്നെ അതിൻ്റെ വഴിയെ എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. പറഞ്ഞു വരുമ്പോൾ ഞാനും കുറേ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മുന്നിലാണിപ്പോൾ. ഈ റിയാക്ട് ചെയ്യാൻ മാത്രം എന്തുകൊണ്ടാണ് പിന്നിലേക്ക് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചോദിക്കാതെ പോവുകയാണ്. പക്ഷെ എനിക്ക് ചോദിക്കാതെ പോകാനും പറ്റണില്ല. അല്ലാത്ത പ്രശ്നത്തിലാണ് ഞാൻ. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ, ഒന്ന് അനുവാദം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു പോയാലും ചോദിക്കാനാണ്, അത് പറയൂ. വല്ലാത്ത പ്രതിസന്ധി മലയാള സിനിമ അല്ലേ? വല്ലാത്ത പ്രതിസന്ധി. ഇപ്പം നമുക്ക് തന്നെ, ഞാനും സിനിമാ മേഖല, നമുക്ക് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തിനാണ് സിനിമയ്ക്ക് പോകണമെന്ന് ചോദ്യത്തിലേക്ക് വരുന്നൊരു സാഹചര്യം. അതിൽ സത്യവും അസത്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ സ്വാശ്രയത്തിനൊക്കെ ഒന്ന് നെല്ലും പതിരും തിരിയണ്ടേ? അല്ല, പെട്ടെന്ന് ഇങ്ങനൊരു ഇത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് ഇങ്ങനെ വരുന്നു, ഒരു ന്യൂസ് വരുന്നു, എല്ലാം പ്രശ്നങ്ങളാവുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ വഴി അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പുരുഷനെയാണ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് നാറ്റിക്കുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സംഭവം വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഫുള്ളി ആ പുരുഷൻ്റെ മേത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ രണ്ട് വശത്തും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഈ നമ്മൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ആ ഒരു വിധിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ ഒരാൾക്ക് ഒരു ക്ഷമയില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഈ പ്രശ്നങ്ങളുള്ളതെന്നുള്ളത് നമുക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഹേമ കമ്മിറ്റി പോലത്തെ ഒരു IC രൂപീകരണമൊക്കെ വരുമ്പോൾ അത് എല്ലാ സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ കുറെ കൂടി കാര്യങ്ങൾ എല്ലാ മേഖലയിലും വന്നു കഴിഞ്ഞാൽ കുറെ കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ അതിലേക്കൊന്നും ആൾക്കാർക്ക് പോകാൻ താല്പര്യമില്ല. എല്ലാവർക്കും സിനിമ എന്ന് പറയുന്ന ആ ഫാൻറ്റസി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിലേക്കാണ് താല്പര്യം. പിന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കങ്ങനെ ഞാൻ കണ്ണുമടച്ച് ഇതൊക്കെ ഈ പറയുന്ന, അതായത് ഇപ്പോൾ ന്യൂസിൽ വന്നിരുന്ന് കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് 100% സത്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിൽ ഒരുപാട് കള്ളങ്ങളുണ്ട് അവർ പറയുന്നതിലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂസും നിങ്ങൾ മാധ്യമപ്രവർത്തകരാണെങ്കിലും ആ പറഞ്ഞ, അതായത് സ്ത്രീകളെ ഓവറായിട്ട് അവരുടെ ഇൻ്റർവ്യൂസ് നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർ ഓരോ ഇൻ്റർവ്യൂസിലും മാറ്റി മാറ്റിയാണ് കാര്യങ്ങൾ പറയുന്നതും. ഓരോ ദിവസമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഓരോ ദിവസം പുതിയ പേരുകളാണ് ഓർത്ത് വരുന്നത്. നമുക്കിപ്പോൾ ഒരാളുടെ ഇതുണ്ടെങ്കിൽ പേരൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടല്ലോ. ഇത് ഒരു ഇൻ്റർവ്യൂവിൽ ആ പേര് പറയുന്നേ ഇല്ല. 2-3 ദിവസം കഴിയുമ്പോൾ വേറെ പുതിയ പേര് വരുന്നു, പുതിയ സംഭവങ്ങൾ വരുന്നു, ഈ വ്യക്തിയെക്കുറിച്ച് തന്നെ വേറെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന കാര്യത്തിലേ മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓവറായിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരുടെ ഇൻ്റർവ്യൂസ് എടുത്ത് അവരെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എനർജി കൂടുന്ന പോലെ. സത്യമാണ്, ഞാൻ അതിനെതിരെ പോരാടിയ ആളാണ്. ഞാനിപ്പോഴും അത്തരമൊരു സ്ത്രീകളുടെ ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ എടുക്കാതിരുന്നേക്കണം. ഒരാളിനെ എടുത്തിട്ടില്ല. എല്ലാവരും എന്നെ വിളിച്ചു പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞ നമ്മളെ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഞാനത് എടുക്കാൻ പോയിട്ടില്ല. പക്ഷെ ഈ ചാനൽ റേറ്റിംഗിന് വേണ്ടിയുള്ള ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. ആ മത്സരം നടക്കുമ്പോൾ ഇതേപോലെയുള്ള അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവര്, എനിക്ക് തോന്നുന്നു അവരുടെ, അതായത് ചില ആൾക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ജെനുവിൻ ആണ് എന്ന് നമുക്കൊരു തോന്നലുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് സ്ത്രീകൾ പറയുന്ന കേൾക്കുമ്പോൾ അവര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ സത്യമായിട്ട് ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ, അതായത് സ്ത്രീകൾക്ക് കുറെ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ലോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ വേറെ രീതിയിൽ നമുക്കൊരു ജെനുവിൻ കേസുമായിട്ട് ചെല്ലുമ്പോഴും ആൾക്കാർ ഇനി മുതൽ വിശ്വസിക്കാതാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ അതൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ സെക്ഷൽ ഹരാസ്മെന്റ് മാത്രമല്ലല്ലോ, വേറെ പല കാര്യങ്ങളും മുന്നിലേക്ക് വരാനുണ്ട്. പക്ഷെ ആ ഒരു സാധനങ്ങളൊന്നും ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇവിടെ. ഈ പറഞ്ഞ സ്ത്രീകൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരു മാസം 2 മാസം ഭയങ്കര ഒരു ബൂമായിട്ട് പോകും. പിന്നെ അതിൻ്റെ വഴിയെ എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊന്നും ആവാതെ ഇരിക്കട്ടെ. ഈ ഒരു കമ്മിറ്റി കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇപ്പം നമ്മളെന്താ
ഈ സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ ആ റിപ്പോർട്ടിൽ അത് മാത്രമല്ലല്ലോ, പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ട്. പറയുന്നുണ്ട്. അതൊന്നും ആരും പറയുന്നുമില്ല. അതിനെ കുറിച്ചിട്ട് എന്താണ് ഇനി നാളെ എന്താ അതൊന്നും അറിയില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ജീവിതം വരെ പറയുന്നുണ്ട് അതിനകത്ത്. ഉണ്ട്. അതൊന്നും ചർച്ചയാവുന്നില്ല. ശരിയാണ് സ്വാസിയ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ എല്ലാ വിഷയങ്ങളും ചർച്ചയാവുമ്പോഴാണ് ആ ഒരു അങ്ങനെ ഒരു കമ്മിറ്റി വരുന്നത് പൂർണ്ണത വരുള്ളൂ. ഇത് എന്നും ഓരോ ആൾക്കാർ വന്നിട്ട് ഇവര് എന്ന് പറഞ്ഞ ഓരോ പുതിയ പേരുകൾ പറയുന്നു, അത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അവരുടെ പല കാര്യങ്ങളും അവരുടെ ജീവചരിത്രങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അവർക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരൊരു സ്ഥലത്ത് പറഞ്ഞു, അവിടെ നിർത്തണം. അവരെല്ലാ ചാനലിലും വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു, അത് കുറേ ചാനലുകാർ എടുക്കുന്നു പറയുന്നു. അതറിയില്ലല്ലോ. അതുകൊണ്ട് നാളെ ഒരു കാലത്ത് ഇതെല്ലാം നുണയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ആൾക്കാരുടെ ഫാമിലിയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ മക്കള് അതൊക്കെ ഉണ്ടല്ലോ. അപ്പം ശരിയാണ്, അതായത് അവർ ചെയ്തത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കട്ടെ. പക്ഷെ അതിന് വരെ വെയിറ്റ് ചെയ്യാൻ ആരും തയ്യാറല്ലോ. എല്ലാവരും ഇങ്ങനെ ഓരോ കഥകൾ സ്വന്തമായിട്ട് മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കണം, അതിന് മാറ്റമൊന്നുമില്ല. അതെ. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയുക, ഒരു തടയിടാനുള്ളൊരു സംവിധാനം വരികയാണെങ്കിൽ അത് നല്ലതാണ്. ഞാനിവിടെ അന്നും ഇന്നും പറയുന്നത്, നമ്മൾക്ക് പേഴ്സണലി എല്ലാ സ്ത്രീകൾക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ടാവണം. അത് വിട്ട് നമ്മൾ കളിക്കാതിരിക്കുക. അപ്പോൾ ആ ഡിഗ്നിറ്റി നമ്മൾ എന്ന് ലൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പം എനിക്ക് പറഞ്ഞു വരുമ്പോൾ ഞാനും കുറേ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഈ സ്ത്രീ തന്നെ പറയുന്ന കുറേ കാര്യമുണ്ടല്ലോ, അവരെന്നെ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാശ് ചോദിച്ചു. അവിടെ തന്നെ ഡിഗ്നിറ്റി പോയില്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പം അങ്ങനത്തെ നമ്മൾ എവിടെയാണോ നമ്മളുടെ പേഴ്സണാലിറ്റി ലൂസ് ചെയ്യുന്നത്, അവിടെയാണ് മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും, അതായത് നമ്മളിപ്പോഴും പറയുമല്ലോ, സ്ത്രീ ശക്തിയാണ്, സ്ത്രീ അമ്മയാണ്, സ്ത്രീക്ക് അതുണ്ട് ഇതെന്ന്. അത് സത്യമാണ്. നമ്മളൊരു നോട്ടം മതി ഒരാളെ ബൗണ്ടറിയിൽ എവിടെ നിർത്തണം. ലക്ഷ്മണരേഖ, അത് ആ ഒരു നോട്ടം നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് പല സമയത്തും നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് വിടും. പക്ഷെ ഞാനിത് പറയുമ്പോൾ എല്ലാവരും എൻ്റെ തലയിൽ കയറി വിടും, പിന്നെ സ്ത്രീകൾ പറയാത്തതുകൊണ്ടല്ല, എല്ലാ കുറ്റവും സ്ത്രീകളുടെ. അങ്ങനെയല്ല. പക്ഷെ സ്ത്രീകൾ വിചാരിച്ചാൽ ഒരു 90% ഈ പറഞ്ഞ സംഭവങ്ങൾ മാറ്റാൻ പറ്റുന്ന. ഇനി ആരെന്തൊക്കെ എൻ്റെ കുറ്റം പറഞ്ഞാലും അത് അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു സേഫ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എവിടെയാണോ നമ്മളുടെ ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ലൂസ് ചെയ്തിട്ട്, ഇപ്പം ആ സ്ത്രീ തന്നെ പറയുന്നല്ലോ, അവരൊരു സിനിമ നടൻ സംവിധായകനാണ്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ നല്ല പേരുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. അവിടെ തന്നെ പോയി. അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ സിനിമയോ പൊളിറ്റിക്കലോ മുഖ്യമന്ത്രി ആരും ആയിക്കോട്ടെ, അവിടെ നമ്മൾ എന്തിനാണ് അയാൾക്ക് ഓക്കെ എന്ന് പറയുന്ന ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ആ ഒരു കണ്ണിൽ തന്നെ മറ്റുള്ളവർക്ക് അറിയാം, ഓക്കെ ഇവര് കുഴപ്പമില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ കേൾക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് അടി കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. മറ്റങ്ങനെയല്ല, അവരുടെ അടുത്ത് പോയാൽ ഒരു അടി കിട്ടുമോ എന്നുള്ളൊരു ഭയം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ അത് നമ്മൾ ചെയ്യാത്തടത്തോളം കാലം ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ആ ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് നമ്മുടെ ഒരു പവർ. എല്ലാവരും എടുക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എത്രയോ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്, എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല ഇത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാർ കുറവാണ്. ആ കുറവുള്ള ആൾക്കാർ ചിലപ്പോൾ സത്യസന്ധമായിട്ടും ചില ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുടെയും തുടക്കമേ തന്നെ നമുക്കത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും എല്ലാവരും പറയുന്നത് ഞങ്ങൾക്കത് ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. എനിക്ക് അതിന് കാരണം എന്താണെന്ന് പറയാം. അതാ എനിക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് അതിപ്പോഴും അങ്ങനെ പറയുന്നതും. അതിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനല്ലാന്ന് ഇതിനു മുമ്പ് ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളി. പക്ഷേ എൻ്റെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്, നമ്മൾ ഏതൊരു കാര്യത്തിനും തുടക്കത്തിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക, ഒരു ഇത് ഉണ്ടാവും. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ആ ധൈര്യം ഇല്ലാത്തത് ഓരോരുത്തരുടെ സാഹചര്യമായിരിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാവണം. ഇനിയും നിങ്ങളിങ്ങനെ എന്താ പറയുക, എനിക്ക് ആ സമയത്ത് അത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതമാണ് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ റിയാക്ട് ചെയ്യും. ഒന്നാമത് എന്താ പറയുക, ബാക്കി എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മുന്നിലാണിപ്പോൾ. ഈ റിയാക്ട് ചെയ്യാൻ മാത്രം എന്തുകൊണ്ടാണ് പിന്നിലേക്ക് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പണ്ടൊക്കെയാണ് പറയുന്നെങ്കിൽ പിന്നെയും ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് നോക്കാം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള, അതായത് ഇപ്പോൾ ഈ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ജനറേഷനിലുള്ള ആൾക്കാരാണ്. എന്നിട്ടും അവർക്ക് ആ സമയത്ത് അത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടകരമാണ്.
ചിലർ പറയുന്നു ഞങ്ങൾ റിയാക്ട് ചെയ്തു പക്ഷെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതൊരു കേസായിട്ട് തന്നെ പോകണം. അവർ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടും അതിന് പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അങ്ങനത്തെ കേസുകളുണ്ട്. അമ്മയിൽ തന്നെ പരാതി കൊടുത്ത കേസുകൾ, അമ്മയിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിയാണ്, അമ്മ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തില്ല എന്നുള്ളത് തെറ്റ് തന്നെയാണ്. അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇനിയാണെങ്കിലും അത് പോകണം. പക്ഷെ ചില സാധനങ്ങൾ അങ്ങനെയല്ല, റിയാക്ട് ചെയ്യാതെ എല്ലാം ചിരിച്ച് നിന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു രീതിയിലാണെങ്കിൽ മറ്റുള്ള രീതിയിൽ അവരത് ചിരിച്ചു അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെയും അവർക്കത് ഫേസ് ചെയ്യേണ്ടി വരും. സിനിമാ മേഖലയിലെ പുരുഷന്മാർ രാവിലെ എഴുന്നേറ്റ് പേടിക്കണമെന്ന് തോന്നുന്നു. ആരുടെ പേരാ പറയണമെന്ന് അറിയാമല്ല, ഈ വരുന്നവർ ആരെയും പേര് പറഞ്ഞാൽ മതിയല്ലോ, ഇന്ന ആളിന്നൊന്നുമില്ലോ രാവിലെ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒരു മൊത്തത്തിലൊരു പേടി വന്നിട്ടുണ്ട്. സിനിമാ മേഖലയിൽ എല്ലാ മേഖലയിലും പേടി വന്നിട്ടുണ്ട്. അതെ അത് ഓക്കെ, പേടി വരട്ടെ, എല്ലാത്തിനും ഒരു പേടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു സ്ത്രീ വിചാരിച്ചപ്പോ ഒരു പേടി വന്നില്ലേ, ഈ പേടി നേരത്തെ ഒരു സ്ത്രീക്ക് ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് പബ്ലിക്കലി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഒരു സ്ത്രീ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ചേട്ടനെ പേടിപ്പിച്ച് നിർത്താം. ചേട്ടൻ ഏതൊരു ചോദ്യം ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞില്ലേ ചോദ്യമായിട്ട് വരാൻ, അതെന്താ ഞാൻ മുൻകൂർ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇനി എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു മടി, പേടി, അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. അനുമതി വേണമല്ലോ. അതെ, അപ്പൊ എല്ലാ കാര്യത്തിലും അത് തന്നെയാണ്. ഒരു ചോദ്യം ചോദിക്കാനും നമ്മുടെ അടുത്ത് മോശമായിട്ട് ഒരു സംസാരിക്കാനും ഒരു പേടി നമ്മൾ തുടക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടി വരും. അപ്പൊ അത് ഇപ്പൊ കൊടുക്കുന്ന പേടി മുന്നേ കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിരുന്നു. ഇനിയാണെങ്കിലും എല്ലാവരും പേടിക്കാതെ മുന്നോട്ട് വരിക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പപ്പോ സംസാരിക്കുക. അത് എല്ലാവരും ചീത്ത നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലാ സ്ഥലത്തും ചീത്തയും നല്ലതും ഉണ്ടാവും. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും നല്ലത്, നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അമ്മയിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല, അമ്മയിൽ മത്സരിക്കാൻ പാകത്തിന് ഞാനിപ്പോ മെമ്പറായിട്ട് തന്നെ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അല്ല, പക്ഷെ എനിക്ക് പൊതുവെ മത്സരിക്കാനുള്ള അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളോ, അമ്മയിൽ മെമ്പറായിട്ട് ഇരിക്കുക, പ്രോഗ്രാംസിനൊക്കെ ഭാഗമാവുക, അത്യാവശ്യം ഡ്യൂട്ടീസൊക്കെ ഏൽപ്പിച്ച ചെയ്യുക, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരു മെമ്പറായിട്ട് മത്സരിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ഇല്ല, അത്രയും ഒരു ആഗ്രഹം വന്നിട്ടില്ല. വരുമായിരിക്കും, കുറച്ചും കൂടി കഴിയുമ്പോൾ വരുമായിരിക്കും. ഇപ്പൊ എന്തായാലും അങ്ങനെ മത്സരിക്കണം എന്നൊരു ആഗ്രഹമില്ല. അതെ. പക്ഷെ എനിക്ക് സങ്കടമുണ്ട്, അമ്മ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി അങ്ങനത്തെ ഒരു ഇതൊക്കെ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇൻഷുറൻസ് ഒരാൾക്ക് വേണമെങ്കിൽ മുടങ്ങും, ഒപ്പിടാൻ പറ്റില്ല. അതെ, ഒപ്പിടാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കാരണം എല്ലാം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്രിവിലേജ് ഉണ്ട്, അവർക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചികിത്സയൊക്കെ നടത്താം. പക്ഷെ അത് ഇല്ലാത്ത ആൾക്കാർക്കുള്ള ഒരു ഇതായിരുന്നു, ഈ സഹായമായിരുന്നു. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പോൾ എത്രയും പെട്ടെന്ന് അമ്മ തിരിച്ചു വരണം, ആ സംഘടന സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് തന്നെ ഇപ്പം നേരത്തെ കുറേ തെറ്റുകളൊക്കെ പറ്റിയതൊക്കെ തിരുത്തി അത് മുന്നോട്ട് വരണം. കാരണം അതൊരു വലിയൊരു സംഘടനയാണ്, ഒരുപാട് പേർക്ക് സഹായം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ ഇല്ലാതാവുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീകളുടെ ഒരു സാന്നിധ്യം കൂടണമെന്ന് ആഗ്രഹിക്കുന്നു. ഡെഫിനറ്റ്ലി അത് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എപ്പോഴും പറയുമല്ലോ, സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും, നമുക്കൊരു വിശ്വാസം. അപ്പം അത് വരട്ടെ, വന്ന് നോക്കട്ടെ. സ്ത്രീകൾ പക്ഷെ മത്സരിക്കാൻ പലപ്പോഴും ഇപ്രാവശ്യം തന്നെ ഇലക്ഷന് ഒത്തിരി ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞു പോവാണ്. ഇപ്പം ഞാൻ അടക്കമുള്ള ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ എന്തിനാ ഞാൻ വേണ്ട പറയണം? അപ്പോൾ എല്ലാം വരണം എന്നും പറയുന്നു, അതേ ആൾക്കാർ തന്നെ വേണ്ടെന്നും പറയുന്നു. കുറേ സ്ത്രീകൾ മത്സരിക്കാത്ത മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും അഗെയിൻ പുരുഷന്മാർ തന്നെ മത്സരിച്ച് ജയിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, എല്ലാ സ്ത്രീകളും മത്സരിക്കാൻ മുമ്പോട്ട് വരട്ടെ, വന്നിട്ട് അവർ ജയിക്കട്ടെ. സ്ത്രീകൾ മത്സരിക്കാൻ കുറേ പേര് നിന്നു, പക്ഷെ അവർ തോക്കുകയും ചെയ്തു. അല്ല, അത് നമ്മുടെ ബയലോടെ പ്രശ്നമാണ്. സംഭരണം എന്ന് പറഞ്ഞിട്ട് അവിടെ പുരുഷന്മാർ ഒരുമിച്ച് മത്സരിച്ചോണ്ടാണ് അന്നത്തെ വിഷയം. സ്ത്രീകൾ തമ്മിൽ മത്സരിക്കട്ടെ, അപ്പൊ കുറെ കൂടി സ്ത്രീകൾ വരട്ടെ. ചിലപ്പോ ഈ നമുക്ക് എല്ലാം പരീക്ഷിച്ചു നോക്കാമല്ലോ, സ്ത്രീകൾ ഇനി മുന്നിൽ നിൽക്കും, മാറ്റങ്ങൾ വരുമായിരിക്കാം. അപ്പൊ അത് പരീക്ഷിക്കാം. എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. നമ്മൾ ഒരു പ്രാവശ്യം കോൺഗ്രസ്, ഒരു പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ്, ഒരു പ്രാവശ്യം BJP ജയിപ്പിക്കുന്ന പോലെ ഇനി സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഭരണം വന്നാലും ചിലപ്പോൾ അടിപൊളിയായിരിക്കും, നോക്കാം. പക്ഷെ അതിന് ഈ സ്ത്രീകൾ വരണം മുന്നിലേക്ക്. മുന്നിട്ട് വരില്ല, അവര് മാറി നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് ഇങ്ങനെ പറയും. അതെ, അവൻ ചെയ്ത തെറ്റാണ്, ഇവൻ ചെയ്ത തെറ്റാണ്, പക്ഷെ മുന്നോട്ട് വരില്ല. ഞാനും ഈ അമ്മയായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആരും വരുന്നില്ല. ഫോൺ ചെയ്തൊന്ന് മത്സരിക്കാമെന്ന് വെച്ചാൽ പോലും പറ്റില്ല എന്ന് പറയും. അപ്പൊ അതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും, വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വരട്ടെ. കുറെ സ്ട്രോങ് സ്ത്രീകളുണ്ടല്ലോ നമ്മുടെ അമ്മയിൽ, ഒരുപാട് നിലപാടുകളുള്ള, നന്നായി സംസാരിക്കാൻ അറിയാം. മത്സരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ബൈലോ പ്രകാരം. ബൈലോ
മെമ്പർഷിപ്പിന്റെ വിഷയമുണ്ട്. അതെ അത് വയലോ ഒന്ന് മാറ്റണം അല്ലെ, ഒന്ന് മാറ്റി ഈ പറഞ്ഞ പോലെ കൈനീട്ടം മേടിക്കുന്നത് മത്സരിക്കാൻ പറ്റുന്നില്ല. ആ സ്ത്രീകളാണ് സ്ട്രോങ്. കാരണം ആ സ്ത്രീകളാണ് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടും അമ്മയിലെ കാര്യങ്ങളൊക്കെ കണ്ട് അവരാ മീൻസ് തുടങ്ങിയ സമയം മുതലുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ മേ ബി ബയലോ ഒന്ന് ചേഞ്ച് ചെയ്ത് അവർക്ക് കൂടി മത്സരിക്കാനുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. അപ്പം ഇനി ഒരു ഇത് വരുമ്പോൾ എല്ലാ രീതിയിലുള്ള ഒരു എന്താ പറയാ മാറ്റങ്ങൾ വന്ന് എല്ലാ രീതിയിലും പരീക്ഷിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഒരു മത്സരം വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബെറ്റർ ഇത് വരുമായിരിക്കും. കാർമേഘമൊക്കെ മാറി തെളിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. സിനിമ നല്ല കാലങ്ങൾ പോകുന്ന സമയത്താണ് പെട്ടെന്ന് വിഷയം വന്നത്. എല്ലാ സിനിമകൾക്കും തമിഴ് നമ്മുടെ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും മലയാള സിനിമയെ കുറിച്ച് ഇത്രയും ആളുകൾ ഇങ്ങനെ സിനിമയുടെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുന്ന സമയത്ത് ഇപ്പോൾ ഇത് വരുമ്പോൾ എല്ലാവരും നമ്മളെ അടുത്തും ചോദിക്കുന്നതും അതെന്താ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെയെന്ന് ചോദിക്കുന്നു. അപ്പം അതൊരു സങ്കടകരമാണ് നമുക്ക്. അപ്പോൾ അത് പെട്ടെന്ന് മാറട്ടെ. അല്ല, തമിഴ്നാട്ടിലും ഇപ്പൊ ഇവിടെ ഹേമ കമ്മിറ്റി രൂപീകരിച്ച തമിഴ്നാട്ടിലും വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രോഹിണിനൊക്കെ IC കമ്മിറ്റിക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ മാറ്റങ്ങൾ അവരും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു മാറ്റം വരുന്നത് മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ ഒരു മാറ്റം വരട്ടെ. പക്ഷെ മാറ്റം എപ്പോഴും സത്യത്തിന്റെ ഇതിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമായിരിക്കണം. ഇപ്പൊ കുറച്ച് പേർക്ക് വേണ്ടി, ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള മാറ്റമല്ല. അത് ടെക്നിക്കലി സ്ത്രീകൾ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള കുറേ സ്ത്രീകളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ്, മെയിൻലി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കണം. കാരണം അവർ കുറേ കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ സേഫ് പൈസയ്ക്ക് വേണ്ടി, അവരുടെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ് റൂമിന് വേണ്ടിയിട്ടും ഫുഡ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മാറ്റമായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഫ്രം ദ ബേസ് ആ ഒരു മാറ്റം വരട്ടെ, വന്നാൽ നല്ലതായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ, അവർക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അവരുടെ കാര്യം മാത്രമേ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മാറണമല്ലോ. എല്ലാം മാറ്റങ്ങളും ഉണ്ടാകട്ടെ അല്ലേ, നല്ല മാറ്റം ഉണ്ടാകട്ടെ. ഒന്ന് ചെറുതെന്ന് ചോദിച്ചപ്പോൾ തുറന്നു പറയുന്ന ഒരാളായോണ്ട് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു. എനിക്ക് ചോദിക്കണമെന്ന് വന്നില്ല. പിന്നെ ഞാൻ അന്നും ഇന്നും ഇതാണല്ലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ട്. അതുണ്ട്. അപ്പൊ അത് പറയും, കുറെ പേര് അത് ചീത്ത പറയും, നമ്മളത് കേൾക്കും. പക്ഷെ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ കണ്ട സാധനങ്ങൾ, നമ്മൾ അനുഭവിച്ച സാധനങ്ങളാണ് എപ്പോഴും എന്താ പറയുക, നമുക്ക് ഒരു കാര്യങ്ങൾ പറയാൻ തോന്നിക്കുന്നത്. അപ്പം അത് പറയുമ്പോൾ ചിലവർക്ക് അത് ഡൈജസ്റ്റ് ആവില്ല, അതും നല്ലതാണ്. ചിലവർക്ക് ബോധ്യമാവില്ല, ബോധ്യമാവുന്നവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും, ബോധ്യമാകാത്ത പോലെ നടിക്കുന്നവരും ഉണ്ടാവും. അതിന്റെ പേരിൽ ഒരു ചർച്ച ഉണ്ടാവുന്നത് ഉണ്ടാവട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം നന്നാവട്ടെ. സിനിമ വിജയിച്ചതുപോലെ ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ വരട്ടെ എല്ലാ ഭാഷയിലും. മലയാളത്തിൽ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമകളും തെലുങ്കിലേക്ക് പോകുന്ന ഇന്റർവ്യൂല് നമുക്ക് എന്തായാലും ഉടനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഇന്റർവ്യൂല് നമുക്ക് പണികളൊക്കെ കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നവംബറിലല്ലേ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചാൽ മതി. എല്ലാ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയും സൂപ്പറാകട്ടെ. തെലുങ്കിൽ പോയി നല്ലൊരു വില്ലത്തിയായിട്ട് അഭിനയിക്കും. അപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ മാറി അമ്മ ക്യാരക്ടർ അവിടെ പോയി വില്ലത്തിയാവും. വീണ്ടും തിരിച്ച് മലയാളത്തിൽ വന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ, അന്വേഷണ ഉദ്യോഗസ്ഥ. അങ്ങനെ എല്ലാ മേഖലയും നമ്മൾ ചെയ്യുക, എല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുക. കഥകളും കൂടെ പോരട്ടെ, നമ്മൾ റെഡിയാണ്. ആ റെഡി എന്നും ആയുസുള്ളത്ര കാലം നടക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.